പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സർവകലാശാലകളുടെ വിസിറ്ററായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഘടകം ആ ബില്ലിൽ ഉൾച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാവശ്യപ്പെട്ടു അത് അതാത് സർവകലാശാലകളുടെ ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട് പല മന്ത്രിമാരും ആകാവുന്നതാണ് എന്നൊക്കെയുള്ള നിലയിൽ അഭിപ്രായപ്പെട്ടപ്പോൾ, എന്നാൽ അത് വേണ്ടതില്ല, ഗവൺമെൻറ് ഈ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ ആ നിലയിൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുണ്ടായത്. അതേസമയം തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായ നിലയിൽ റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന മെക്കാനിസം ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഈ ബില്ലിനോടുള്ള ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ സമീപനത്തെ ചോദ്യം ചെയ്യുന്നത്. ഇത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസാരിയായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള റെക്കമെൻഡേഷൻസ് സമർപ്പിച്ച ശ്യാമേനോൻ കമ്മീഷൻ റിപ്പോർട്ടിലടക്കം ഇന്നത്തെ കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാതിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമകാലിക സാഹചര്യങ്ങളിൽ പ്രയാസമുണ്ടാക്കും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. തന്നെയല്ല, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന്, അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെടും. അപ്പോൾ ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇത് വൈകി വന്ന വിവേകമാണല്ലോ, വൈകി വന്ന സിപിഎമ്മിനെ സംബന്ധിച്ച് വൈകി വന്ന വിവേകമാണത്. ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാലത്തിനനുസൃതമായിട്ടാണല്ലോ നമ്മൾ തീരുമാനം എടുക്കുക. ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുക. ഇപ്പൊ തന്നെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം സ്വകാര്യ സ്ഥാപനങ്ങളാണുള്ളത്. എയ്ഡഡ് സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുമാണ് 80% കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. നമ്മുടെ എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളുമാണ് ഏറ്റവും അധികം കുട്ടികളെ ഉൾക്കൊണ്ടുപോകുന്നത്. 20% മാത്രമാണ് ഗവൺമെന്റ് കോളേജുകൾ ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അസ്പൃശ്യത കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഉൾപ്പെടെ ഈ ഒരു കാര്യം നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പ്രയോജനകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് മുന്നോട്ട് വരികിൽ നമുക്ക് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, കേരളത്തിലെ കുട്ടികൾക്ക് നല്ല നിലയിൽ സാന്നിധ്യം ഉണ്ടാകാൻ കഴിയുന്ന വിധത്തിൽ 40% തദ്ദേശീയരായ വിദ്യാർത്ഥികൾക്ക് സംവരണം ഉൾപ്പെടെ ഉൾച്ചേർത്തുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് ഇത്രയും താമസിച്ചത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുക? അത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അത് വന്നിരിക്കുന്നു, ഈ സന്ദർഭത്തിൽ അത് ആവശ്യമാണ് എന്ന് കാണുന്നു. നേരത്തെ അത് അത്രത്തോളം ആവശ്യമുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ല എന്ന് മാത്രമല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. പാർട്ടിയുടെ ദീർഘവീക്ഷണമില്ലായ്മയല്ലേ ഇത് കാണിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. പാർട്ടിക്ക് ഇന്നിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് സുവ്യക്തമായിട്ടുള്ള സാമ്പത്തിക പരിപാടിയും കാഴ്ചപ്പാടും വർഗാധിഷ്ഠിത വീക്ഷണവും എല്ലാമുള്ള പാർട്ടികൾ വളരെ ചുരുക്കമാണ്. അതിലൊന്നാണ് CPIM. CPIMന് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, കൃത്യമായി നിർവചിക്കപ്പെട്ട കാഴ്ചപ്പാടും അടിസ്ഥാനപരമായിട്ടുള്ള വീക്ഷണവും എല്ലാമുള്ള ഒരു പാർട്ടിയാണ്. ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെ അനിവാര്യത സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ തന്നെ വിദേശ മൂലധന നിക്ഷേപം അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളുടെ കടന്നുവരവോ ഈ മേഖലയിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇതിനെതിരെ CPIയുടെ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. CPIയുടെ
ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്ന് ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള ബില്ലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങൾ ആരെങ്കിലും ഉയർത്തുകയാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. ഏകാഭിപ്രായത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ബില്ലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ വളരെ ഒരു പതിറ്റാണ്ടുകളെ ഒരു നൂറ്റാണ്ടൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു തന്നെ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, പാർട്ടിക്ക് ഇപ്പോഴാണ് ഇതിനൊരു ചിന്ത, ഒരു ദീർഘവീക്ഷണില്ലായ്മ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചു. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ പല ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്ത് ചെയ്യാൻ പറ്റൂ. കമ്പ്യൂട്ടർ മാപ്പ് പറയോ ഈ സാഹചര്യത്തിൽ? അതെന്തിനാണത്? ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു. 3.5 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 3.5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിദ്രുതം പ്രയാണം ചെയ്ത ഒരു കാലയളവ് കൂടിയാണ്. സമയത്തെ സംബന്ധിച്ചും സ്പേസിനെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ ധാരണകൾ തന്നെ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു. ഇതൊക്കെ 3.5 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണോ? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അളവിലുള്ള കുതിച്ചുചാട്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ രീതിയിലുള്ള വളർച്ച, അതൊക്കെ മനുഷ്യ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതൊക്കെ 3.5 പതിറ്റാണ്ട് കാലം മുൻപ് നമ്മൾ വിഭാവനം ചെയ്ത അളവിലാണോ ഇന്നുള്ളത്? ഇന്ന് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ യുഗമാണ്. അപ്പോൾ അനിവാര്യമായ മാറ്റങ്ങൾ കേരളീയ ജനതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതൊക്കെ SFIയെ ബോധ്യപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇത് CPIMന്റെ പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ രാഷ്ട്രീയ പ്രമേയം വായിച്ചു നോക്കുക. CPIM ഇതപര്യന്തം എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടാണ് ഇത് എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നല്ല. ടീച്ചർ, ഗവർണറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നല്ലോ, മന്ത്രിമാരെ. അതിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ബില്ലുകളിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ. ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ സ്വാഗതാർഹമായ നിലയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. വളരെ സമാശ്വാസം പകരുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. വളരെ ഹൃദ്യവും കോർഡിയലുമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ ഭരണവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള ജനാധിപത്യപരമായ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. അത്തരം വിശദാംശങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടില്ല. ഈ ബില്ലുകളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തോട് കൺവേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന തരത്തിലല്ല, മറിച്ച് പൊതുവിൽ കാര്യങ്ങളിൽ ഡയലോഗാണ് വേണ്ടത്, അല്ലാതെ കൺഫ്രണ്ടേഷൻ അല്ല എന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഉണ്ടായത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുദ്രാവാക്യത്തെ പഴയ SFIക്കാരും പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്, പാലായിലെ പാതിരിമാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് കീഴടങ്ങി എന്നാ പറയുന്നത്. അതിലൊന്നും വലിയ കഥയില്ല. എന്താണ് ഇതൊക്കെ? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ നിലയിൽ ഞാൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇത് ഉരുക്കഴിച്ചിട്ട് എന്താ ഗുണം? നമ്മുടെ നാടിന് നല്ലത് ചെയ്യാനാണ് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പരിശ്രമിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം പിന്നിടുന്ന ഈ കാലത്ത്, 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ, ആധുനിക യുഗത്തിൽ നമ്മുടെ ഉത്തരാധുനിക സമൂഹത്തിൽ ജീവിക്കേണ്ടുന്ന കുട്ടികൾക്ക് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഏറ്റെടുക്കാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് നമ്മൾ നിറവേറ്റിയിട്ടുള്ളത്.